നമുക്കിന്ന് ഈവനിങ് കറിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഫിലോപ്പിയാണ്. ഫിലോപ്പി ഞാൻ വനിതാ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. 3 മണിക്ക് പോയിട്ട് 7 മണിയായി എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇതിവിടെ മാറാപ്പുഴ മാർക്കറ്റിൽ നിന്നും വന്നിട്ട് എന്നെ കാത്തിരിക്കുമായിരുന്നു 4 പേര്. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അവരെ ഒന്നും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂട്ടി തിരുമ്മിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമായിട്ട് ഇട്ടിട്ട് ചാലിച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. എന്നിട്ടാണ് ഞാൻ മീനിൽ പുരട്ടി വയ്ക്കാറ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്താലാണ് മീനിലൊക്കെ ഒരേപോലെ പുരണ്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് മുഴുവനും കൂടെ മീനിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു മീൻ കഷ്ണം എടുത്ത് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വടിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പുരട്ടി നല്ല പ്രസ് ചെയ്ത് പുരട്ടി കഴിയുമ്പോഴാണ് അതിൽ ഉപ്പും മുളകും എരിവൊക്കെ പിടിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. 4 ഫിലോപ്പി ഉണ്ടായിട്ട് അതിലെ തലയും വാലും മാത്രമാണ് നമ്മൾ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ഫ്രീസറിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുവാനാണെങ്കിൽ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ചില്ലർ റൂം പോലത്തെ സ്ഥലത്ത് വെച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്ത് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ ദിവസമായിട്ട് ചില്ലർ റൂമിലേക്ക് മാറ്റിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊരിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ പുരട്ടി വയ്ക്കുവാണെങ്കിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിരുന്നോളും. അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കുവാണ്. പിന്നെ എന്താണ്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കസാട്ടയുടെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. കസാട്ട കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കളയാൻ തോന്നിയില്ല. കസാട്ടയുടെ പാത്രത്തിൽ 2-3 പെറുക്കി വെച്ച് ബാക്കിയുള്ള ഈ പാത്രത്തിലും കൂടെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി തീർന്നു. ഇനി ബാക്കിയുള്ളത് കറി വയ്ക്കാനുള്ള ഒരു മീനുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് മീനൊക്കെ പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം. അപ്പോൾ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ പണികളൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ലോവിലായിരുന്നു. മീൻകറി ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ തലയും വാലും ആയതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ചട്ടി ചെറിയ വലിപ്പമായതുകൊണ്ടിട്ട് എനിക്ക് അതിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ വൈനിൽ നമ്മൾ മുന്തിരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കുവാണ്. നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് മണി 9:30 ആയി. പിന്നെ ഇനി കുറേ പാത്രം കഴുകാൻ വേണ്ടി കിടപ്പുണ്ട്. നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാത്രങ്ങൾ വരുമല്ലോ കഴുകാനും എടുക്കാനും ഒക്കെ ആയിട്ട്. ഓരോന്ന് എടുക്കുമ്പോൾ നമ്മളെല്ലാം സിങ്കിലേക്ക് ഇട്ടിട്ട് വയ്ക്കും. എന്നിട്ട് ഒരുമിച്ചാണ് കഴുകുന്നത്. പാത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കഴുകി മാറ്റി വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ചക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പൂച്ചക്കുട്ടൻ പുറത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ മീനിൻ്റെ ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ വെട്ടിക്കൊണ്ടുവന്ന മീനായതുകൊണ്ടിട്ട് ഒന്നും ബാലൻസ് ഒന്നുമില്ല. പിന്നെ ഞാനൊരു കുഞ്ഞു കഷ്ണം അവന് കൊണ്ടിട്ട്, പച്ചമീനാണല്ലോ പൂച്ചയ്ക്ക് പ്രിയം. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ മീൻ കറിയും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ടാറ്റാ ബൈ ബൈ, സീ യു.